കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽ മലയിലേക്കാണ് ഈ യാത്ര. കണ്ണൂരിലെ ഒരു ഗ്രാമപ്രദേശമായ നടുവിൽ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. നടുവിൽ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രദേശമാണ് കുടിയാൻമല. കുടിയാൻമലയാണ് പൈതൽ മലയ്ക്ക് ഏറ്റവും തൊട്ടുകിടക്കുന്ന ഒരു വലിയ ടൗൺ എന്ന് പറയാം. വാഹനത്തിരക്ക് കുറവുള്ള വളരെ മികച്ച റോഡാണെങ്കിലും കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് 1 മണിക്കൂർ സമയമെങ്കിലും വേണം നടുവിലിൽ നിന്നും പൈതൽ മല ഇക്കോ ടൂറിസം സെൻ്ററിലെത്താൻ. കുടിയാൻമല ടൗണിൽ നിന്നും പൊട്ടൻപ്ലാവ് റൂട്ടിലേക്ക് തിരിഞ്ഞു. പ്രശസ്തമായ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ഈ റൂട്ടിലാണ്. ബസ്സിൽ വരുന്നവർക്ക് പൊട്ടൻപ്ലാവ് എന്ന സ്ഥലം വരെ എത്താം. തുടർന്ന് പൈതൽ മലയിലേക്ക് ജീപ്പ് സർവീസ് ലഭിക്കും. നിരവധി റിസോർട്ടുകളും തോട്ടം മേഖലകളും വ്യൂ പോയിന്റുകളുമൊക്കെ പൊട്ടൻപ്ലാവിൽ നിന്നും പൈതൽ മല വരെയുള്ള ഈ 6 കിലോമീറ്റർ ദൂരം വരുന്ന റൂട്ടിൽ കാണാം. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ വരുന്നവർ ആവശ്യത്തിനുള്ള ഫ്യൂവൽ അടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ പൈതൽ മല ഇക്കോ ടൂറിസം സെൻ്ററിൽ എത്തിച്ചേർന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുൻപ് ഒരേ ഒരു ഫാമിലി മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. രണ്ട് കിലോമീറ്റർ വനത്തിലൂടെ നടന്നു വേണം മലമുകളിലെ വാച്ച് ടവറിലെത്താൻ. പ്രവേശനം രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ മാത്രം. 70 രൂപയാണ് എൻട്രി ടിക്കറ്റിൻ്റെ ചാർജ്. ടിക്കറ്റ് എടുത്ത് പേരും അഡ്രസ്സും ID ഡീറ്റെയിൽസും ചെക്ക് പോസ്റ്റിൽ കൊടുത്ത ശേഷം പൈതൽ മലയിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചു. വളരെ സൈലൻ്റായ മനോഹരമായ വനത്തിലൂടെയാണ് ഈ ട്രക്കിംഗ്. പ്ലാസ്റ്റിക് കുപ്പിയോ കവറുകളോ കൊണ്ടുപോകുന്നതിൽ ഉപാധികളോടെയുള്ള നിയന്ത്രണമുള്ളതുകൊണ്ട് കാട്ടുവഴികൾ 99% പ്ലാസ്റ്റിക് മുക്തമാണെന്ന് പറയാം. സാമാന്യം നല്ല കയറ്റമായതുകൊണ്ട് ഒരു മീഡിയം സ്പീഡിൽ കയറുന്നതാണ് ഏറ്റവും സുരക്ഷിതം. സ്റ്റെപ്പല്ല ആദ്യത്തെ 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നടപ്പ് വഴിയിലെ പ്രധാന വില്ലൻ പണി തുടങ്ങിയിരുന്നു. തോട്ടപ്പുഴു, അട്ട എന്നൊക്കെ പറയുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാർ ആദ്യം പോയ ഫാമിലിയിലെ കുട്ടികൾക്കൊക്കെ പണി കൊടുത്തിട്ടുണ്ട്. പൈതൽ മലയിലേക്കുള്ള ട്രക്കിംഗ് പാതയിൽ ധാരാളമുള്ള ഈ അട്ടകളെ തുരത്താൻ ഉപ്പോ പുൽത്തൈലമോ സാനിറ്റൈസറോ ഒപ്പം കരുതുന്നത് നല്ലതാണ്. അങ്ങനെ 1.5 കിലോമീറ്റർ ദൂരം നീളുന്ന കയറ്റം കയറി മുകളിലെത്തി. ഇനി പുൽമേട്ടിലൂടെയാണ് നടത്തം. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ആദ്യത്തെ ഇറക്കമിറങ്ങി ചെല്ലുമ്പോൾ ദൂരെയായി വാച്ച് ടവർ കാണാം. നല്ല തണുത്ത കാറ്റും വീശി തുടങ്ങി. ഇറക്കമിറങ്ങുമ്പോഴേക്കും ആ തണുത്ത കാറ്റടിച്ച് കയറ്റം കയറിയ ക്ഷീണമൊക്കെ പമ്പ കടന്നു. അങ്ങനെ ട്രക്കിംഗ് പൂർത്തിയാക്കി പൈതൽ മല വാച്ച് ടവറിലെത്തി. കുടിയാൻമലക്കാരനായ ആന്റണി എന്നയാൾക്കാണ് ഇന്ന് വാച്ച് ടവറിലെ ഡ്യൂട്ടി. ചെക്ക് പോസ്റ്റിൽ നിന്നെടുത്ത എൻട്രി ടിക്കറ്റുകൾ ഇവിടെ കാണിച്ച് എൻ്റർ ചെയ്യിക്കണം. പൈതൽ മലയെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണവും ചരിത്രവും കൂടാതെ ഇക്കോ ടൂറിസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ ആന്റണി സർ പങ്കുവച്ചു. കാടുകളെപ്പറ്റിയും വന്യജീവികളെപ്പറ്റിയുമെല്ലാം അല്പനേരം സംസാരിച്ച ശേഷം തൊട്ടു താഴെയുള്ള വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു.
കണ്ണൂരിൻ്റെ കുടക് എന്നറിയപ്പെടുന്ന പൈതൽമല കടൽ നിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിലായി 4124 ഏക്കർ പ്രദേശത്ത് പരന്നു കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. പൈതൽ മലയെന്നും വൈതൽ മലയെന്നും 2 പേരുകളിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിലെ ഇന്നത്തെ തളിപ്പറമ്പ് തലസ്ഥാനമായി നിലനിന്നിരുന്ന ഏഴിമല രാജ്യത്തെ നാടുവാഴികളായിരുന്ന വൈതൽ കോന്മാരുടെ ആസ്ഥാനമായിരുന്ന പ്രദേശമായിരുന്നതിനാലാണ് വൈതൽമല എന്ന പേര് വന്നത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു. വൈതൽമല പിന്നീട് ലോപിച്ച് പൈതൽമലയായതാണെന്നും അതല്ല കുടക് മലനിരകളിലെ താരതമ്യേന വലിപ്പം കുറഞ്ഞ മലയായതുകൊണ്ട് പൈതൽമല എന്ന് പേര് വന്നതാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ മറ്റൊരു ചെരുവിലൂടെ ഇറങ്ങി ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. മുന്നോട്ടുള്ള വഴി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞ് മൂടുന്ന ഈ പ്രദേശം കാട്ടാന പോലും തൊടാൻ മടിക്കുന്ന അങ്കര എന്ന ചൊറിയൻ ചെടി ഉൾപ്പെടുന്ന വിവിധതരം അത്യപൂർവ ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഈ മലയോട് ചേർന്ന് കിടക്കുന്ന കുടക് വനങ്ങളിൽ ആന, കടുവ, മ്ലാവ് തുടങ്ങിയ വന്യമൃഗങ്ങളും ധാരാളമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് മടക്കയാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് കാലിൽ അത്രയും നേരം അട്ടകടിച്ചിരുന്നു എന്ന് അറിഞ്ഞത്. ഏതായാലും അട്ടകടിയെ വകവയ്ക്കാതെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. വ്യൂ പോയിന്റിൽ നിന്നും തിരികെ വന്ന് വാച്ച് ടവറിലെത്തി നമ്മൾ തിരിച്ചിറങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യണം എന്ന് ആന്റണി സാർ പറഞ്ഞിരുന്നു. മല കയറി വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകളും തിരിച്ചിറങ്ങി എന്ന് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഒരാൾ പോലും അവിടെ മിസ്സായി പോകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. അവസാനത്തെ വിസിറ്ററും തിരിച്ചിറങ്ങിയ ശേഷം മാത്രമേ അദ്ദേഹവും അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. ആന്റണി സാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി. പൈതൽമല യാത്രയുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പൈതൽമലയ്ക്ക് പോയിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.